ഇന്ന് നമ്മളെ ഇത് നമുക്ക് ഇന്ന് എനിക്ക് കേൾക്കാൻ പാടില്ല. എനിക്ക് കേൾക്കാൻ പാടില്ല. കേൾക്കാൻ പറ്റും. പറ്റും. ഓക്കെ, നമുക്കിത് നോക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു എക്സാമിനർ, ഒരു ഫോർമൽ എക്സാമിനർ ഓസ്ട്രേലിയൻ തോന്നുന്നു. ഒരു ഫോർമൽ എക്സാമിനർ ആണ്. ഇദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു ബുക്കാണ്. ഒരു നല്ലൊരു ബുക്കാണ്. ഇത് ഭയങ്കര കുറേയും കൂടെ സിംപ്ലിഫൈ ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മളിപ്പോ ചെയ്യണ കാര്യം, നമ്മൾ ആദ്യം ഇപ്പൊ സെന്റൻസ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. നമ്മൾ വീണ്ടും തിരിച്ച് സെന്റൻസിലേക്ക് പോവും. അതിന് മുമ്പ് അപ്പൊ നമ്മുടെ ഗ്രാമർ നമ്മൾ ഏകദേശം കവർ ചെയ്തു. അപ്പൊ നമ്മൾ ടാസ്ക് അച്ചീവ്മെന്റ്, അത് ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് IELTSന്റെ റൈറ്റിങ്ങിന് വേണ്ടതെന്ന് പറയുമ്പോൾ 4 രീതിയിൽ അവർ നോക്കുന്നത്. ഒന്നെന്ന് പറയുമ്പോൾ ടാസ്ക് അച്ചീവ്മെന്റ്, 2 ഗ്രാമറ്റിക്കൽ റിസോഴ്സസ്, 3 അതിന്റെ ലാക്ച്വൽ റിസോഴ്സസ്, ഗ്രാമർ, വൊക്കാബുലറി, ലാക്ച്വൽ റിസോഴ്സസ്, പിന്നെ അതിന്റെ ടാസ്ക് അച്ചീവ്മെന്റ്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മളിപ്പോ ഏകദേശം ഗ്രാമറ്റിക്കൽ പാർട്ട് നല്ലോണം കഴിഞ്ഞു. നമ്മളിപ്പോ വൊക്കാബുലറി നമ്മളിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഓരോ ദിവസത്തെ വൊക്കാബുലറി നമ്മുടെ തന്നെ ഡിക്ഷണറി ഉണ്ടാക്കി നമ്മൾ പഠിക്കുക കേട്ടോ. അപ്പൊ അത് എത്രമാത്രം നമ്മൾ വൊക്കാബുലറി, ഇതിന്റെ അകത്ത് പുതിയതായിട്ട് വൊക്കാബുലറി അല്ല പഠിക്കുക. ഇതിന്റെ അകത്ത് വരുന്ന ഗ്രാഫിന്റെ വൊക്കാബുലറിക്കകത്ത് ലൈൻ ചാർട്ടിന്റെ വൊക്കാബുലറി വേറെ, ബാർ ചാർട്ടിന്റെ വൊക്കാബുലറി വേറെ. അപ്പൊ ആ ഉപയോഗിക്കുന്ന വാക്കുകൾ, അതാണ് വൊക്കാബുലറി മെയിൻ ചെയ്യണേ. അപ്പൊ അത് നമ്മൾ നോക്കുക. ഇപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ടാസ്ക് അച്ചീവ്മെന്റും പിന്നെ വൊക്കാബുലറി മെയിനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ഗ്രാമർ കുറച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം കേട്ടോ. അപ്പൊ ഈ ബുക്കിന്റെ അകത്ത് ഈ ഓക്കെ, ടാസ്ക് 1ന്റെ അകത്ത് എങ്ങനെയാണ് ആൻസർ കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ച് നമുക്കിപ്പോ നോക്കേണ്ട കാര്യം. ഇതിന്റെ അകത്ത് എങ്ങനെയാണ് നമ്മൾ ടാസ്ക് അച്ചീവ് ചെയ്യണത് 25% അകത്തോടെ നമ്മളിപ്പോ ഡീപ്പായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ സെന്റൻസിന് പുറത്തേക്ക് വന്നു എന്ന് വെച്ചുകൊണ്ട് സെന്റൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാണ്ടിരിക്കരുത്. അത് ഇമ്പോർട്ടന്റ് കീപ് പ്രാക്ടീസിങ് ദാറ്റ് വൺ. ഓക്കെ, ഹൗ ടു ആൻസർ പാർട്ട് 1 ഓഫ് ദി അക്കാദമിക് മൂവ്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ നോക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ അതെങ്ങനെ പാരാഗ്രാഫ് തിരിച്ച് എഴുതുന്നു. രണ്ടാമെന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് വരുന്ന വൊക്കാബുലറീസ് ഏതൊക്കെയാണ്. മൂന്നാമെന്ന് പറയുമ്പോൾ അതിന്റെ ടാസ്ക് അച്ചീവ്മെന്റ്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്യണം കേട്ടോ. നോക്കാം, പാർട്ട് 1 ഓഫ് ദ IELTS മോഡ്യൂൾ ഈസ് ഈസിലി പാസ്ഡ് ഓൺ ടെസ്റ്റ്. കുഴപ്പമൊന്നുമില്ല. ടിപ്പ് 1 എന്താ ടിപ്പ് 1 നോക്കിയേ. ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു റിമെമ്പർ ദാറ്റ് യു ഓൺലി ഹാവ് 1 hour ടു റൈറ്റ് ടെസ്റ്റ്. ഓക്കെ, so you make sure that you do not spend more than 20 minutes completing part 1, as that only 33% of marking available for writing. 33% മാർക്കാണ് നമുക്ക് 100ല് ഈ ടാസ്ക് 1 കൊടുക്കുക. സോ പക്ഷേ ഈ ടാസ്ക് 1 ശരിയായില്ലെങ്കിൽ നമുക്ക് പാസ്സാവാനും പറ്റില്ല. അപ്പോ നമുക്ക് 33% മാർക്കില്ലാതെ നമ്മൾ അതും മേടിക്കണം. മറ്റേത് 77% മാർക്ക് നമുക്ക് മറ്റേതിലും അച്ചീവ് ചെയ്യാം. You will lose mark if you don't write the minimum number of words required for each answer. The words counted do not include any words of the question title. Task 1, 141 words. Safe words, you should at least 150 words. നമുക്ക് 150 above പോകാം കേട്ടോ. കാരണം 141 പോയിട്ടെങ്കിൽ നമുക്ക് 160 വരെ പിടിക്കാം. ഓക്കെ, മറ്റേതെന്ന് പറയുമ്പോൾ 260, അത് കൂടുതൽ വേണ്ട. കാരണം 250 എന്ന് പറഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ചാൻസും. കാരണം നമ്മള് ഇനി ഇത് SM മിനിമം കാണുമ്പോൾ ഒരാൾക്ക് അറിയാൻ പറ്റും വരും. സോ we don't want to give a chance. Okay? ടാസ്ക് 1 ഇപ്പൊ വീണ്ടും നമ്മള് അതിന്റെ ആ മോഡലിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്.
In academic module, task 1 is always presentation data of a specific topic. This is presented in the form of a graph or a diagram. ഒരു ഗ്രാഫ് ആയിട്ടോ ഡയഗ്രാം ആയിട്ടോ വന്നേക്കാം. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിലെ വീഡിയോ എല്ലാവരും ഒന്ന് കാണുക. കാരണം അതൊരു ഇമ്പോർട്ടന്റ് ക്ലാസ് ആണ്. അതായത് അതിന് ചെയ്തിരിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം ക്വസ്റ്റ്യൻ തന്നെ 2 പ്രാവശ്യം ആൻസർ ചെയ്തിരിക്കുന്നു. അപ്പൊ ആദ്യത്തെ ആൻസറിന്റെ ഭാഗത്ത് ഒന്നാണ് 8 to 9 മാർക്ക് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ ആൻസറിന് അതായത് 6 to 7 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് എന്തിനാണ് അങ്ങനെ എഴുതിയേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്താ പഠിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 എസ്സേ വായിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ടാസ്ക് എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് മനസ്സിലാവും. അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ദിവസം എഴുതിയപ്പോൾ നമ്മൾ കണ്ടിരുന്നു ഇങ്ങനെയൊക്കെ എനിക്ക് എഴുതാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് കോപ്പി ആൻഡ് റീറൈറ്റ്. അത് എത്ര പേര് ചെയ്തെന്നുള്ള വിവരം നിങ്ങളോട് തന്നെ ചോദിക്കുക. എനിക്ക് ആരെയും കോപ്പി റൈറ്റ്. അപ്പോ കോപ്പി ആൻഡ് റീറൈറ്റ് ചെയ്യാത്തിടത്തോളം കാലം, ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാത്തിടത്തോളം കാലം ഈ തിയറി പഠിക്കണമെന്നുണ്ട്. ബാക്കി ഞാൻ പറയുന്നില്ല കേട്ടോ. റൈറ്റ്. Whatever the data is, the question is format is always the same. Data എന്തായാലും ഫോർമാറ്റ്. So answer part 1 effectively, gain maximum possible mark on achieving task requirement. You should make sure that you do the following in a manner. According task 1 requirement: introduce a subject, explain the main features of data, show trends with the data, make a conclusion. Right. ഇതാണ് നമ്മുടെ ടാസ്ക്. നമ്മുടെ എസ് ഏകദേശം ഇങ്ങനെ അല്ലേ. എക്സ്പ്ലെയിൻ ദ മെയിൻ ഫീച്ചേഴ്സ് ആദ്യത്തെ പാർട്ടില്, രണ്ടാമത്തെ ഷോ ട്രെൻഡ് മീൻസ് കമ്പാരിസൺസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നോക്കാം. ടു ഷോ ഹൗ ദിസ് വർക്ക്സ് ഇൻ പ്രാക്ടീസ് വി വിൽ യൂസ് ആൻ എക്സാമ്പിൾ ടാസ്ക് സ്റ്റൈൽ ക്വസ്റ്റ്യൻ. സോ നമ്മളിപ്പോ കാണാൻ പോവാണ്. നമ്മൾ കുറച്ച് ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് കീപ് ചെയ്യാൻ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഗ്രാഫ് കാണുമ്പോൾ അതിന്റെ ആ ഒരു നമുക്ക് യൂസ്ഡ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. The bar chart below shows the number of the students in 3 different courses from 2001 and 2004. Identify the main trends and summarize the data. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇതാണ് ആദ്യത്തെ പാർട്ട് ഓഫ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുമ്പോൾ ഐഡന്റിഫൈ ദ മെയിൻ ട്രെൻഡ്സ് ആൻഡ് സമ്മറൈസ് ഡാറ്റ. ഓക്കെ, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ 3 courses ഫ്രം 2001 to 2001. ഓക്കെ, അപ്പൊ 2001 2004 ഇടയ്ക്കുള്ളതാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് 2 സംഭവങ്ങൾ വന്നുണ്ട്. 2002 2003 വന്നുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ ഔട്ട് സൈഡ് വീണ്ടും നോക്കണം. ഞാൻ ആദ്യം നമ്മൾ ഗ്രാഫ് വായിക്കുമ്പോൾ അതിന്റെ പുറത്ത് എന്തെല്ലാം ഉണ്ടോ നമ്മൾ ആദ്യം നോക്കാം, എന്നിട്ട് നമുക്ക് അകത്തേക്ക് പോയാൽ മതി കേട്ടോ. നമ്മളപ്പോൾ ഒരു സൈഡിൽ നോക്കാം. അതാണ് ഏറ്റവും എളുപ്പമുള്ള ഒരു മെത്തേഡ്. അത് കഴിഞ്ഞ് അടുത്ത കോഴ്സ് എ, കോഴ്സ് ബി, കോഴ്സ് സി. ഓക്കെ, 3 കളർ കോട്ടുണ്ട്. ബ്ലൂ ഉണ്ട്, ലൈറ്റ് ബ്ലൂ ഉണ്ട്, ഒരു വൈറ്റ് ഉണ്ട്. പിന്നെ അടി വന്നു കഴിഞ്ഞപ്പോ ES കൂട്ടുന്നുണ്ട്. 2001 2002 2003 2004 ES കൂട്ടുന്നുണ്ട്. പിന്നെ സ്റ്റുഡൻസ് ഇൻ മില്യൺസ് ഓഫ് സ്റ്റുഡൻസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇപ്പൊ ഞാൻ എങ്ങനെ എസ് എ വായിച്ചു? ഞാൻ എസ് എ ഇങ്ങനെ ഈ റൗണ്ടിൽ, അതായത് റൈറ്റിൽ നിന്ന് ഇങ്ങനെ കംപ്ലീറ്റ് വായിച്ചു വരുവാണ്. ആദ്യം ഞാൻ പുറത്തുള്ളത് വായിച്ചു, പിന്നെ ഞാൻ അകത്ത് നോക്കാൻ പോവാണ് 2001. കാരണം ഞാൻ ഈ എസ് എ പ്രോപ്പർ ആയിട്ട് മലയാളത്തിൽ വായിക്കാൻ പോവാണ്. 2001 എത്ര ഉണ്ട്? 2001 കോഴ്സ് എക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന 4 million സ്റ്റുഡൻസ് ഉണ്ട്. 2001 കോഴ്സ് ബിക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന 2.5 million ഉണ്ട്. ഓക്കെ, ഇത് കോഴ്സ് സിക്കാണ്. ഓക്കെ, അതും സെയിം മെത്തേഡാണ്. അപ്പൊ 2002 എത്തിക്കഴിഞ്ഞപ്പോ ഈ കോഴ്സ് കുറച്ച് കൂടുതലായിട്ടുണ്ട്, ഇത് കുറഞ്ഞു. ഇത് വീണ്ടും താഴത്തേക്ക് 2003, പിന്നെ വീണ്ടും പൊങ്ങി വന്നു. പിന്നെ ഇത് ഏറ്റവും മുകളിലേക്ക് പോയി. പിന്നെ 2004 കഴിഞ്ഞപ്പോ കോഴ്സ് സി ഏറ്റവും ടോപ്പിലേക്ക് പോയി.
പിന്നെ ഞാൻ ഇതിപ്പോ ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഇപ്പൊ എന്റെ കോളേജിൽ നടന്ന കോഴ്സിന്റെ നമ്മുടെ കോളേജില് അതായത് നമ്മൾ പഠിക്കുന്ന നഴ്സിംഗ് സ്കൂളില് ഓരോ വർഷവും പിള്ളേര് വന്നതിന്റെ കണക്കാണ് വന്നേക്കുന്നത്. അപ്പൊ നോക്കുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ 2001 ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്ത്രീ കോഴ്സ് ചെയ്തത് 2004 ഏറ്റവും കുറവ് അത് ചെയ്തത് 2001. പിന്നെ ഇതില് ബി കോഴ്സ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ഭയങ്കര പീക്കായിട്ട് പോയിട്ടുണ്ട് 2002. പിന്നെ 2004 ഇത് പെട്ടെന്ന് 2002 ഇത് നോക്കുക, 2002 കമ്പയർ ചെയ്യുമ്പോൾ 2004 കോഴ്സിലേക്ക് ആൾക്കാർ കൂടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ തിരിച്ചാ പറയണേ മലയാളത്തിലാണെങ്കിൽ തന്നെ. ഓക്കെ, അപ്പൊ പിന്നെ എനിക്ക് ഏകദേശം ഐഡിയ കിട്ടി. അപ്പൊ ഞാനിപ്പോ കുറേം കൂടെ ഒന്ന് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി നല്ല എളുപ്പത്തിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പഠിച്ച നേഴ്സിംഗ് പഠിച്ച സ്കൂളിലേക്ക് നോക്കണം. അവിടെ BS നേഴ്സ് ഉണ്ട്, പോസ്റ്റ് നേഴ്സിംഗ് ഉണ്ട്, ജനറൽ നേഴ്സിംഗ് ഉണ്ട്. അപ്പൊ 2001 ജനറൽ നേഴ്സിന് ആൾക്കാർ കൂടുതലായിരുന്നു. 2004 ആയപ്പോഴേക്കും ജനറൽ നേഴ്സിന് ആൾക്കാർ കുറഞ്ഞു, പോസ്റ്റ് ബേസിക് ആൾക്കാർ കൂടി. പിന്നെ 2002 കഴിഞ്ഞ് ജനറൽ നേഴ്സിംഗിന് ആൾക്കാർ കുത്തനെ ഇടിച്ചു കയറി. അപ്പൊ പോസ്റ്റ് ബേസിക് ആൾക്കാർ കുറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ഐഡിയ. അപ്പൊ ഞാൻ ഈ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ നാച്ചുറൽ ആയിട്ട് ഇപ്പൊ ഞാൻ കോമൺ ആയിട്ട് ഒരാളുടെ പറയുകയാണെങ്കിൽ 2005 ഒരുപാട് സ്റ്റുഡൻസ് നഴ്സിംഗ് പഠിക്കണ്ടായിരുന്നു, നഴ്സിംഗ് പഠിക്കണം. 2005 ആയപ്പോഴത്തേനും BS ആൾക്കാർ ഒത്തിരി കൂടി. സോ ഐ മേക്കിംഗ് കമ്പയറിംഗ് ദ നമ്മൾ നാച്ചുറലി ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ അത്ര സിംപ്ലിഫൈ ചെയ്യാൻ നോക്കുക. ഗ്രാഫ് സിംപ്ലിഫൈ ചെയ്യണമെന്ന് പറയാൻ കാരണം നമുക്ക് അതിൽ സമയം സ്പെൻഡ് ചെയ്യാൻ തരുന്നില്ല. നോക്കുക, ഇൻട്രൊഡ്യൂസ് എ സബ്ജക്ട്. ആദ്യത്തത് ഇൻട്രൊഡ്യൂസ് സബ്ജക്ട്. അതായത് ബേസിക്കലി ഈ ക്വസ്റ്റ്യൻ നേരെ തിരിച്ച് പറഞ്ഞത് The bar chart shows students attending 3 different courses over 2001 and explanation. The main topic and the reference points are introduced without copying the question title. So the words count towards the final word count as much. അപ്പോ ഇതെന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, കേൾക്കാവോ? ഇതിനകത്ത് എന്താണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോ ഈ സാറ് എഴുതിയ ഒരു IELTS ഒരു ബുക്ക് ഉണ്ട്. ഒട്ടും നല്ലൊരു ബുക്കാണ്, ഭയങ്കര ലളിതമായിട്ട് എഴുതുന്ന ബുക്കാണ്. നമ്മൾ അതിനകത്ത് കയറിയിട്ട് ഒന്ന് വായിച്ചു നോക്കുകയാണത്. നമുക്കപ്പോ ആവശ്യമുള്ള പോയിന്റ്സ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ ഗ്രാഫാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രാഫിന്റെ ആദ്യം ഒരു ബാർ ചാർട്ട് ബിലോ ഷോസ് ദാറ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ 3 different courses 2001 to 2004. Identify the main trend, summarize the data. അപ്പോ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 3 courses 2001 to 2004 1 2 3 4. അങ്ങനെ വായിച്ചു വന്നത് കോഴ്സ് ABC 2004 ഇയേഴ്സ് സ്റ്റുഡൻസിന് മില്യൺസ് വ്യത്യാസം കണ്ടു. അടുത്ത ഇതിലേക്ക് നോക്കിയേ, എക്സ്പ്ലെയിൻ ദ മെയിൻ ഫീച്ചേഴ്സ് വിത്ത് ഡാറ്റ. രണ്ടാമത്തെ പാട്ടാ. ഇൻട്രൊഡക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മള് എക്സ്പ്ലെയിൻ ദ മെയിൻ ഫീച്ചേഴ്സ് വിത്ത് ഡാറ്റ. ഡാറ്റ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. In 2001 4.3 million students took course A. In 2002 2.5 million people attended course A. Moving into year 2003 3.5 people took the course A. Finally in 2005 the number of the students studying course A had increased to 4.5 million students. In 2001 2.4 million students took the course B. ആദ്യത്തേല് കോഴ്സ് എനെ കുറിച്ചാണ് പറയണത്, രണ്ടാമത്തേതില് കോഴ്സ് ബി പറയണം അല്ലേ. ഓക്കെ, 2002 എത്ര പേര് അറ്റൻഡ് ചെയ്തു? 1.8 million people took B. Finally 2004 number of students taking the course B to 2.8 million students.
In 2001, 2 million students took the course C. In 2002, 2 million people attend the course. Course C ne kuറിച്ച് മൂന്നാമത്തെ പറയണം കേട്ടോ. See, moving into the year 2003, 3 million people took the course C. Finally, 2004, the number of students taking the course A had increased to 5 million students. Right, okay. Sorry. അപ്പോ നോക്കുക രണ്ടാമത്തെ പറഞ്ഞ ഹെഡിങ് എന്തുട്ടാ? Explain the main features with data. So, നമ്മൾ അതിൻ്റെ അകത്ത ഇൻഫർമേഷൻസ് കംപ്ലീറ്റ് അങ്ങ് എടുത്തു വെക്കും. A, B, C നെ കുറിച്ച് കംപ്ലീറ്റ് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. അവിടെ ട്രെൻഡിനെ കുറിച്ചോ കമ്പാരിസണോ പോകില്ല. നോക്കുക. All data is expression. All data is presented clearly and without between the task question. The task question ചോദ്യം ഇപ്പൊ പറയാണ് നമ്മളും ഈ സ്കൂളിലൊക്കെ കോളേജിലൊക്കെ പരീക്ഷ എഴുതുമ്പോ നമ്മളോടും സാറുമാര് പറയാറുണ്ട്, നിങ്ങൾ ഒരിക്കലും ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യം അതിനകത്ത് കോപ്പി ചെയ്ത് വെക്കരുത്. ചില പിള്ളേർ അങ്ങനെ ചെയ്യാറുണ്ട് ഇത്രയും കൂടെ സ്മാർട്ട് ആവാനായിട്ട്. Task so allowing these words to count towards the final word. ഒരിക്കലും ക്വസ്റ്റ്യൻ കോപ്പി ചെയ്ത് വെക്കാന്നാ പറഞ്ഞേക്കണത്. ക്വസ്റ്റ്യനിൽ വന്ന വാക്കുകളെ പാരാഫ്രേസ് ചെയ്ത് നമുക്ക് വെക്കാം. അതായത് ഇപ്പൊ ക്വസ്റ്റ്യനില് ഒരു വാക്കുള്ളതിനെ ആ വാക്ക് വേറൊരു വാക്ക് എടുത്ത് ആ സെയിം സമയത്ത് തന്നെ വേറെ വാക്കുകൾ പാരാഫ്രേസ് ഉണ്ടാക്കാം. സെയിം വാക്ക് ഉണ്ടാക്കാൻ പാടില്ല. However, to make answer read more clearly, so increase the band score, you need to change some of the language and the phrases used. A language and a phrases used to മാറ്റി വെക്കുക. For example, explain the main features with the data. In 2001, 4.3 million students took the course. 2002, 2.5 million people attend the course A. Moving into year 2003, 3.5 people took the course. Finally, in 2004, the number of the students taking the course A had increased to 4.5 million students. Moving on to the course B, in 2001, 2.4 million students took the course. അപ്പോൾ സെയിം തന്നെ നമ്മൾ ഒന്നുകൂടെ വേറൊരു രീതിയിൽ അവിടെ കൊടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. എക്സ്പ്ലനേഷൻ. As these are the different words used in sentence order changes, the writing become easy to read. ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു ടാസ്ക് ആണിത്. നമ്മൾ പറയാറുണ്ട് കോപ്പി ആൻഡ് റീറൈറ്റ്. ഇത്രയും സാധനം കോപ്പി ചെയ്ത് വെച്ചു, അതവിടെ റീറൈറ്റ് ചെയ്ത് വെച്ചാണ് അല്ലെ. ഈ സെയിം സാധനത്തിനെ കോപ്പി ചെയ്തിട്ട് അതിനെ റീറൈറ്റ് വെച്ചേക്കാണ് ഇവിടെ. സോ അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെന്റൻസ് അപ്പൊ എന്താ സംഭവിച്ചു നോക്കുക. ഈ ഐഡിയനെ എടുത്തിട്ട് വേറൊരു സെന്റൻസിലേക്ക് മറ്റ് അതിന്റെ പാരാഫ്രേസ് ആയിട്ടുള്ള വാക്കുകളിലേക്ക് മാറ്റുക നമ്മൾ ചെയ്യണേ. കാരണം ഓൾറെഡി ഇപ്പൊ നമുക്ക് സെന്റൻസ് ഉണ്ടാക്കാനുള്ള ഒരു ബേസിക് ഫോം നമുക്കറിയാം. അപ്പോ നമ്മുടെ കയ്യിൽ ഉണ്ടാക്കാൻ അറിയാവുന്ന സെന്റൻസുകളുടെ ഫോർമാറ്റ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ കയ്യിൽ പിന്നെ നമുക്ക് എന്താ വേണ്ടേ? ഇത് പാരാഫ്രേസ് ചെയ്യുക. അപ്പൊ ഇവിടെ ഇപ്പൊ നിങ്ങൾ എഴുതുവാണെങ്കിൽ തന്നെ ഒരു സെന്റൻസ് എഴുതി വെച്ചിട്ട് ആ സെന്റൻസിന്റെ ഫോർമാറ്റ് മാറ്റാൻ പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ എന്താ മാറ്റം നോക്കണം കേട്ടാ. അതാണ് നിങ്ങൾ സെർച്ച് ചെയ്തത്. ഫ്രേസസ് മാറ്റുക, വാക്കുകൾ മാറ്റുക. അങ്ങനെ എഴുതി പഠിച്ച് വരുമ്പോൾ നമുക്ക് നല്ല വണ്ണം ആ ഒരു എന്താ പറയാ ഫ്ലോ ആയിട്ട് കിട്ടുക. മൂന്നാമത്തെ പാർട്ട്. അപ്പൊ നമ്മളിപ്പോ എന്താ കുറച്ചു മുമ്പ് എന്ത് ചെയ്തേ? ഡാറ്റ എക്സ്പ്ലെയിൻ ചെയ്തു. മൂന്നാമത്തെ പാർട്ട് നോക്കിയേ, ഷോ ദ ട്രെൻഡ്സ് വിത്ത് ഡാറ്റ. മൂന്നാമത്തെ പാർട്ടിലാണ്, മൂന്നാമത്തെ പാരഗ്രാഫായിട്ട് നമുക്ക് കൊടുക്കാം നമ്മുടെ ട്രെൻഡ്, സമ്മറൈസ്, അനലൈസിങ്, കമ്പാരിസൺസ് വേറെ നെസസറി ആ സാധനങ്ങൾക്ക് വരുന്നത്. ഷോ ട്രെൻഡ്സ് വിത്ത് ഡാറ്റ, അത് പാർട്ട് 3 ആണ്. If we analyze the data, we can see several trends emerging. കണ്ടോ, ഒരു സിമ്പിൾ സെന്റൻസ് അത്. എന്ത് ടൈപ്പ് സെന്റൻസ് അത്? Firstly,
ഒരു കണക്റ്റിംഗ് verb phrase കൊടുത്തിട്ടുണ്ട്. The number of the candidates take the course A has stayed almost the same over the 4 years, despite declining in 2003. ഒരു കോംപ്ലിക്കേറ്റഡ് സെന്റൻസേ അല്ല, ഇത് ബാസ്കറ്റ് ബാക്കിൽ വെച്ചുള്ള ഒരു സെന്റൻസ് ആണ്. പക്ഷേ നോക്കുക, ഹാസ് സ്റ്റേയ്ഡ് same over the 4 years, declining the number of the candidates. അതാണ് അതിന്റെ വൊക്കാബുലറി. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. കാരണം ഇത് നമ്മുടെ നോർമൽ ലാംഗ്വേജ് പെട്ട കാര്യമല്ല, ഇത് ഇതിനു വേണ്ടി മാത്രമുള്ളതാണ്. The number of the candidates take clause B has gradually declined. കണ്ടോ, B has gradually declined over the 4 years. The same സാധനം from 4.5 million in 2001, 2.8 million in 2004. However, the number of the candidates taking the course has grown 2 million to 5 million over the 4 years. Comparison sentences of 20 sentences ഉപയോഗിക്കുന്നത് has grown over the 4 years, gradually declined. ഈ vocabulary നമ്മൾ പഠിച്ചു വെക്കണം. So we can see for that. The key aim of explaining overall for over the 4 years change in number of each of 3 categories is included here. Avoiding repeating the same sentence forms. Avoiding repeating the same sentence forms. നമുക്കൊരു സെയിം സെന്റൻസ് ഫോംസ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളിപ്പോ 21 above ടൈപ്പ് കറക്റ്റ് ആയിട്ട് നമുക്കറിയാം, എനിക്കൊരു വ്യത്യാസമില്ല. അപ്പോ അതുകൊണ്ട് നമുക്ക് 21 ടൈപ്പ് സെന്റൻസ് ഉപയോഗിക്കാൻ പറ്റില്ല. അതിൻ്റെ അകത്ത് ബാസ്കറ്റ് ബാക്ക്, ബാസ്കറ്റ് ഫ്രണ്ട്, ബാസ്കറ്റ് ബാക്ക്, നമുക്ക് ആ ഫ്രണ്ട് കോമ്പൗണ്ട് കോംപ്ലക്സ് ഒക്കെ ബെസ്റ്റ് സാധനങ്ങളാണ്. ഓക്കെ, ഇൻ കൺക്ലൂഷൻ കൊടുത്തിട്ടാണ്. Then one can stay with over the years period from 2001 to 2004. There has been an increase in overall number. There has been an increase in the over the year students attending all 3 courses. Explanation. The aim of the conclusion is to explain the key trend identified from all over the different data trends. Okay. So putting the different parts together, we can see that we get the IELTS bar score answer 8 for this question. അപ്പൊ ഇതാണ് 8 ബാൻഡ് കിട്ടുന്നത്. അപ്പൊ ഇതിനകത്ത് എന്താ സംഭവം ചെയ്തിട്ട് ആദ്യം ആ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു. പിന്നെ നമ്മൾ എന്താ അർത്ഥം ചെയ്തത്? എക്സ്പ്ലെയിൻ ദ മെയിൻ ഫീച്ചേഴ്സ് വിത്ത് ഡാറ്റ. ഡാറ്റ എന്ന് പറയുമ്പോൾ 4.5 million 2003 2002 ഈ നമ്പറും അക്കവും കൃത്യമായിട്ട് കാണണം. ദാറ്റ് ഈസ് മീൻസ് ഡാറ്റ. അത് കഴിഞ്ഞിട്ട് നോക്കിയേ, ആദ്യം തന്നെ അത് ട്രെൻഡ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പിന്നെ അടുത്ത പാരാഗ്രാഫിലാണ് ട്രെൻഡ് കാണിച്ചിരുന്നത്. സോ എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞിട്ട് ട്രെൻഡ് കാണിക്കുക. നമുക്ക് ഈ ബാർ ചാർട്ടിലേക്ക് പോകാം. The bar chart below shows the number of students of 3 different courses. Same thing. Right. Now the same question. ഈ ഒരു മെത്തേഡില് ഇത് എഴുതിയത് 258 വാക്കാണ്. നമുക്ക് അത്രയും വലിയൊരു വാക്കിന്റെ ആവശ്യമില്ല, 150 മതി കേട്ടോ. അതാ എന്താ പറയുക, IELTS പഠിപ്പിക്കുന്ന സാറ് ആ ഒരു സ്റ്റൈൽ കാണിക്കാൻ വേണ്ടി അതും വായിച്ചു നോക്കാം. The bar chart shows students attending the 3 different courses over 2001 to 2004. അപ്പൊ ഒരു ബാൻഡ് 8 കിട്ടുന്ന എസ് എങ്ങനെയൊക്കെ നമ്മൾ കേട്ടോ. In 2004, 4.3 million students took the course A. In 2002, 5.1 million attended the course. ഈ വാക്ക് ശ്രദ്ധിക്കുക, attended, took the course. Moving to the year 2003. അപ്പൊ അതിനകത്ത് വാക്കുകളുണ്ട്, ഇയേഴ്സ് കൊടുത്തിട്ടുണ്ട്,
അറ്റൻഡൻസ് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള സാധനം ഉപയോഗിച്ചിട്ടുണ്ട്, ആ ഒരു വൊക്കാബുലറി ഉപയോഗിച്ചിട്ടുണ്ട്. ആൻഡ് ഫൈനലി in 2004 the number of students taking course A had increased 4.5 million students. അപ്പോ കോഴ്സ് എനെ കുറിച്ച് പിന്നെ കോഴ്സ് ബി 2.4 million in 2012 4.5 million people attend the course. അത് തന്നെ ആണ്. പിന്നെ കോഴ്സ് സി you can see 2 million students the same pattern കൊടുത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇത് 3 ഡാറ്റയും കൊടുത്തു കഴിഞ്ഞിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ട്രെൻഡ് കാണിച്ചിരിക്കുന്നത്. If we analyze the data, we can see several trends emerging. Firstly, അത് നമുക്ക് കുറച്ചും വായിച്ചു തന്നെയാണത്. In conclusion, only can say that over 2004 there has been an increase overall number of students attending all 3 courses. Okay, so why would the above answer get band 8 score? അതിന് നമ്മളോട് ചോദിക്കും അല്ലെ, എന്തുകൊണ്ടാ സാധനത്തിൽ 8 കൊടുത്തു? അതിന്റെ ആൻസർ വായിച്ചു നോക്കുക. All requirements of the task are achieved. There are no spelling or grammatical errors. ഇതിലാണ് നമ്മൾ ട്രാപ്പ് ചെയ്യേണ്ടത്. നമ്മൾ എഴുതുമ്പോ സ്പെല്ലിംഗ് മിസ്റ്റേക്കും വരാൻ പാടില്ല, ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്കും വരാൻ പാടില്ല. That is a very very important. ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഗ്രാമർ മിസ്റ്റേക്കും ഇല്ലാണ്ടെങ്കിൽ തന്നെ we have got a good command over English. അപ്പോഴാണ് ഞാൻ പണ്ട് പറഞ്ഞ രാജരവിവർമ്മയുടെ പടത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത്. കാരണം ഒരാൾക്ക് ഇപ്പൊ ഗ്രാമർ പഠിച്ചു എന്നുള്ളതുകൊണ്ട് ഇപ്പൊ പടത്തിന്റെ കൂട്ട് ഉണ്ടാക്കാൻ പഠിച്ചു എന്നുകൊണ്ട് ഞാൻ എല്ലാം പഠിച്ചു ഒറ്റയടിക്ക് ഞാൻ ആ പടം വരയ്ക്കാൻ പറ്റില്ല. What I want to do, I want to copy that picture again and again and again and again. After 10 years, I will success. So, മറ്റുള്ളവരുടെ ക്രിയേറ്റ് ചെയ്ത സെന്റൻസിന്റെ അകത്തോടെ നമ്മൾ പോയിട്ട് നമ്മൾ അവരിന്ന് ഒരു ഇൻസ്പിറേഷൻ ഉൾക്കൊള്ളുക ചെയ്യണം. കാരണം അതുകൊണ്ട് ഞാൻ പറഞ്ഞു കോപ്പി ആൻഡ് റീറൈറ്റ്, ഈച്ച് സെന്റൻസ് എടുത്തിട്ട് കോപ്പി ആൻഡ് റീറൈറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഐഡിയക്ക് വേണ്ടി നമ്മൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അവിടെ ഐഡിയ ഉണ്ട്, അവിടെ വൊക്കാബുലറീസ് ഉണ്ട്. അപ്പൊ വൊക്കാബുലറീസിന്റെ ഐഡിയ ഉണ്ടെങ്കിൽ പിന്നെ അതിന്റെ സിനോണിമിസം ഉണ്ടാക്കാൻ പഠിച്ചാൽ മതി. അല്ലെങ്കിൽ ആ ഇത് പാരാഫ്രൈസ് ചെയ്യാൻ പഠിച്ചാൽ മതി നമ്മള്. ഓക്കെ, അപ്പൊ നമുക്ക് ആ 2 ബുദ്ധിമുട്ട് മാറി കിട്ടി. പിന്നെ നമ്മൾ എന്താ പഠിക്കണ്ടേ? ഇതേ മോഡലുകളിൽ നമ്മൾ സെന്റൻസ് തനിച്ച് ഉണ്ടാക്കുന്നതിനായിട്ട് we have to sit down and we have to practice it. ഓക്കെ, കാരണം ഈ ഒരു ഐഡിയ മാത്രമാണെങ്കിൽ നമുക്ക് ഇത് വായിച്ചപ്പോൾ തോന്നുവാണ്, ഓക്കെ ഈ ഐഡിയ എനിക്ക് സിമ്പിൾ സെന്റൻസ് എഴുതാം മതി, ഈ ഐഡിയ വേണമെങ്കിൽ എനിക്ക് ബാസ്കറ്റ് ഫ്രണ്ടിൽ സെന്റൻസ് എഴുതാം മതി, ഈ ഐഡിയ വേണമെങ്കിൽ എനിക്കൊരു കോംബോ സെന്റൻസ് എഴുതാം. അപ്പോ there's no spelling and grammatical. The answer is over the minimum word count. The answer can be followed effortlessly. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കേട്ടോ. ആൻസർ ക്യാൻ ബി ഫോളോ എഫോർട്ട്ലെസ്ലി പറയുമ്പോ ഈ ആൻസർ വായിച്ച് വരുമ്പോ തന്നെ അതിനൊരു ഫ്ലോ വരുന്നുണ്ട്. ഇപ്പൊ അത് ഫ്ലോ ആവാണ്ട് തന്നെ എങ്ങനെയാ? In 2001 4.3 million took a course A. In 2002 2.5 million to attend the course A. പിന്നെ നമ്മൾ അടുത്ത് പറയാണ് on moving to course B 2001 ഈ സെന്റൻസ് എഴുതി, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സെന്റൻസിന്റെ ബാക്കി എഴുതി, പിന്നെ നമ്മൾ സീനെ കുറിച്ച് എഴുതി, പിന്നെ നമ്മൾ ബിനെ കുറിച്ച് എഴുതി. അത് പോകുമ്പോൾ ഫ്ലോ പോകും. ഇത് കഴിയുമ്പോൾ ഡിസിപ്ലിൻഡ് ആയിട്ട് ഫ്ലോ നിൽക്കുക. എ ആണെങ്കിൽ എ മാത്രം, ബി ആണെങ്കിൽ ബിനെ കുറിച്ച് മാത്രം. സോ ദാറ്റ് ഇസ് എ വേ ഇറ്റ് ഹാസ് ടു ബി. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ അനലൈസ് ചെയ്യാനും പോകരുത്. അനലൈസ് ചെയ്യാൻ സെപ്പറേറ്റ് പാരാഗ്രാഫ് കൊടുക്കുക. സോ ആ വായിക്കുന്ന ആൾക്ക് മനസ്സിലാവും, ഓക്കെ ഞാനിപ്പോ വായിക്കുന്നത് അനലൈസിങ് പാർട്ടാണ്. ആ വായിക്കുന്ന ആൾക്ക് ഒന്നും കൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്. ഇഫ് വി അനലൈസ് എന്ന് പറഞ്ഞ് അതായത് ഒരു വാർണിംഗ് ലെറ്റർ കൊടുത്താണ്. അപ്പൊ അവന് മനസ്സിലായി, വായിക്കുന്ന ആൾക്ക് മനസ്സിലായി ഇഫ് യു അനലൈസ്. ഓക്കെ, അപ്പൊ ഈ അനലൈസ് എന്നുള്ള സംഭവമാണ്. സോ വി ആർ ഗിവിംഗ് വാർണിംഗ്. നമ്മൾ എങ്ങനെയാണോ പ്രോപ്പറായിട്ട് സംസാരിക്കുന്നത് അത് എഴുത്ത് ഭാഷയിലേക്ക് വരികയാണ്. എ വൈഡ് റേഞ്ച് ഓഫ് ഗ്രാമർ വൊക്കാബുലറി യൂസ്. ഗ്രാമർ വൊക്കാബുലറി യൂസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു വൊക്കാബുലറി ഡിക്ഷണറി നോക്കേണ്ട വാക്കുകളൊന്നും ഇല്ല. പക്ഷെ ഈ ബാർ ചാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് എഴുതേണ്ട വൊക്കാബുലറി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടോ? ഓക്കെ, ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ദാറ്റ്
that an answer with a particular no errors can get IAS band 8. അപ്പോ particular no errors. അപ്പൊ എറേഴ്സ് ഉണ്ടാക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ബാൻഡ് 8 കിട്ടും. എറേഴ്സ് ഉണ്ടാക്കാതിരിക്കുന്നത് നമുക്ക് എന്താ വേണ്ടേ? ഗ്രാമർ വേണം, വൊക്കാബുലറി വേണം, മിനിമം വേർഡ് വേണം, അത് നല്ലൊരു ഫ്ലോ ഉണ്ടായിരിക്കണം, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ പാടില്ല, ഗ്രാമർ ഉണ്ടാകാൻ പാടില്ല. ആ ക്വസ്റ്റ്യന് ആൻസർ ചെയ്തിരിക്കണം. ചെയ്താൽ മതി, സിമ്പിൾ മാറ്റം. അപ്പോ വീണ്ടും തിരിച്ചു പോകണമല്ല. ഗ്രാമർ ഒന്നും നോക്കാനായിട്ട് നമ്മൾ റിഫ്രഷ് ചെയ്യണ്ട് കേട്ടോ. For document 9, a writing would have been to show improved in a style. English language is posh language, so we have to be a bit posh in writing. Evidence easy writer could use the most advanced grammatical structures. Kando, most advanced grammatical structures. The most advanced of the grammar എന്ന് പറയുമ്പോൾ കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസുകളൊക്കെ നമ്മൾ തെറ്റില്ലാതെ ഉണ്ടാക്കാൻ പഠിക്കണം. There would be no errors in the answer. The answers were uses grammar, vocabulary, and appropriate answers. For example, if the bird answer 342 വാക്ക് എഴുതുമ്പോഴാണ് ഈ സംഭവത്തിന് ബാൻ. സെയിം മാറ്റർ തന്നെയാ. നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആദ്യത്തിന്റെ അകത്ത് കോഴ്സ് എനെ കുറിച്ച് മാത്രം പറഞ്ഞിരിക്കുന്നത്, രണ്ടാമത്തേത് കോഴ്സ് ബിനെ കുറിച്ച് മാത്രം പറഞ്ഞിരിക്കുന്നത്, മൂന്നാമത്തേത് കോഴ്സ് സീനെ കുറിച്ച് മാത്രം പറഞ്ഞിരിക്കുന്നത്, നാലാമത് പറയുന്നത് അനലൈസ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് കിട്ടും, അതിന് അനലൈസ് വെച്ചിരിക്കുകയാണ്, പിന്നെ കൺക്ലൂഷൻ കിട്ടും. അപ്പൊ ഒന്ന് ഡാറ്റ ഗിവൺ, രണ്ട് അനലൈസിങ്. നിങ്ങൾ വേറെ ഒരു രീതി ആലോചിക്കുക, ഇത്രയും കൂടി ജനറൽ ആയിട്ട് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ നാട്ടില് നമ്മുടെ ലൈഫിൽ നടക്കുന്ന സംഭവം എല്ലാ 10 വർഷത്തിലും ഇന്ത്യയിൽ സെൻസസ് എടുക്കും. എനിക്കറിയില്ല ആരെങ്കിലും സെൻസസ് അറ്റൻഡ് കേട്ടതറിയില്ല. ബട്ട് ആ സംഭവം എങ്ങനെയാണ്? വേറെ ഒന്നുമില്ല. ഈ ടീച്ചർമാരും ആൾക്കാരെല്ലാവരും നമ്മുടെ വീട്ടിലേക്ക് വരും. നമ്മൾ കണ്ടിട്ടുണ്ട് സെൻസസിന് ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ വന്നിട്ട് ഫോം ഫില്ല് ചെയ്യാൻ പറയും. ഫോം ഫില്ല് നിങ്ങളുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ട്? 10, 15, 20 അങ്ങനെ എത്ര ആൾക്കാരുണ്ട്? ഈ ആൾക്കാരെ എണ്ണം പേരും ആവശ്യം എല്ലാം നമ്മൾ തന്നെ എഴുതിക്കൊണ്ട് പോകും. സോ അവരപ്പോ എന്താ ചെയ്യണേ? ദേ ആർ കളക്ടിങ് ഡാറ്റ അല്ലെ? അവര് വീട്ടിൽ വന്നിട്ട് ആ സെൻസസ് എടുക്കുന്ന ആൾക്കാർ വന്നു കഴിയുമ്പോ ദേ ആർ കളക്ടിങ് ഡാറ്റ. എന്താ എന്ത് ഡാറ്റ അവർ കളക്ട് ചെയ്യണേ? ഈ വീട്ടിൽ എത്ര ആൾക്കാരുണ്ട്, ഈ വീട്ടിലുള്ള ആൾക്കാർ എന്താ ചെയ്യണേ, നിങ്ങൾക്ക് എത്ര വരുമാനം ഉണ്ട്, നിങ്ങളുടെ വീട്ടിൽ എത്ര പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, മുയലുണ്ട്, ആടുണ്ട്, നിങ്ങള് ഈ വീട് എത്ര സ്ഥലത്താണ് ഇരിക്കുന്നത്, നിങ്ങൾ വെള്ളം ഇവിടുന്ന് വന്നത്. അപ്പോ what they're doing, they're collecting the data. അപ്പൊ ഈ സെൻസസ് ഓഫീസേഴ്സ് നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ ഡാറ്റ കളക്ട് ചെയ്തിട്ട് അവരെങ്ങടാ പോണേ? ഓഫീസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് പോണേ. ഓഫീസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് സംഭവിക്കുന്നില്ല. ഇതുപോലെ ഒരുപാട് ആൾക്കാർ കളക്ട് ചെയ്തുകൊണ്ട് വന്ന ആ ഒരു, ഇപ്പൊ ഒന്ന് പറയണേ, എറണാകുളത്തുള്ള എല്ലാ ആൾക്കാരും ഡാറ്റ ഓരോ ഓഫീസിൽ ഓരോ വീട്ടിൽ പോയി സെൻസസ് കളക്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് ഇവര് ഇതെങ്കിലും എടുത്തു വെച്ചേക്കാം. എന്നിട്ട് പറയണത് ഇന്ന ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത പരിപാടി നമുക്ക് ഇത് റിപ്പോർട്ടിനായി കൊടുക്കണം. അപ്പൊ ഒന്ന് അനലൈസ് ചെയ്യണം. അപ്പൊ നോക്കുകയാണ് എത്ര വീട്ടിൽ 3 വയസ്സിൽ താഴെ പിള്ളേരുണ്ട്. അത് പറയാണ് അതെ ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന വീട്ടിൽ 3 വയസ്സ് താഴെ പിള്ളേരുണ്ട്. ഓക്കെ, എത്ര വീട്ടിൽ 6 വയസ്സ് താഴെ പിള്ളേരുണ്ട്? ഇന്ന സ്ഥലങ്ങളിൽ 6 വയസ്സ് താഴെ പിള്ളേരുണ്ട്. ഓക്കെ, അപ്പൊ ഈ 3 വയസ്സിനും 6 വയസ്സിനും ഇടയ്ക്കുള്ള പിള്ളേര് സാധാരണ ഏത് ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്? അത് ഈ കാക്കനാട് ഏരിയയിലാണ് കാണുന്നത്. ഓക്കെ, സോ അവരപ്പ അനലൈസ് ചെയ്യാണ്. ഈ സെയിം മെത്തേഡിനെ നമ്മളിപ്പോ ഈ ഗ്രാഫിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അവര് നമ്മളോട് പറയണത് ഫസ്റ്റ് എക്സ്പ്ലെയിൻ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഡാറ്റ. ദേ ആർ കളക്ടിങ് ഡാറ്റ. കളക്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണേ? എന്നിട്ട് അനലൈസ് ചെയ്യണത്. അപ്പൊ ഈ ബേസിക്കലി ഗ്രാഫിനത് നോക്കുകയാണെങ്കിൽ ഈ ഗ്രാഫിന്റെ പുറത്ത് കൊടുത്തേക്കണ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഇത്രയും ഇൻഫോർമേഷൻസ് മാത്രമാണ് നമ്മൾ ആദ്യം കളക്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ആലോചിക്കുക, ഓക്കെ ഇത്രയും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തു, അത് കഴിഞ്ഞിട്ട് അതായത് ഗ്രാഫിന് പുറത്തുള്ള കാര്യങ്ങളാണ് ഇനി ഡാറ്റ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ കളക്ട് ചെയ്യേണ്ടത് അല്ലെ?
അത് ഇതിന്റെ പുറത്തുള്ള കാര്യങ്ങൾ കാറ്റിന്റെ അകത്ത് വരയ്ക്കുമ്പോഴാണ് ഗ്രാഫ് ആവണത്. പിന്നെ അകത്തേക്ക് നോക്കുമ്പോൾ വ്യത്യാസങ്ങൾ നോക്കിയാൽ മാത്രം മതി. സോ നമുക്ക് ലൈറ്റർ ടൈമിൽ ഇത് ഒരു വലിയ കോൺസെൻട്രേറ്റഡ് പോയിന്റ് ഓഫ് വ്യൂ എടുക്കണ്ട. വാട്ട് ഈസ് ഹാപ്പനിങ് ഔട്ട്സൈഡ് ദ ഗ്രാഫ്, അതായിരിക്കും നമ്മുടെ എന്താ പറയാ ഈ എക്സ്പ്ലെയിൻ ദ മെയിൻ ഫീച്ചറിൽ വരിക അല്ലെ. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് ദ ഗ്രാഫ്, അതായിരിക്കും ട്രെൻഡിൽ വരിക അല്ലെ. ഒരു ജനറൽ ടൈം ഏതാത്ത മതി. അത് കുറച്ചും കൂടെ ഒരു ലൈറ്റ് ആണെന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ. സോ ആ ഒരു പോയിന്റിൽ മാത്രം എടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. താഴെ പറയുന്ന ഒരു കൊച്ചിന് ഈ സെയിം ഗ്രാഫ് എഴുതി കഴിഞ്ഞപ്പോ 6 മാർക്കാ കൊടുത്തത്. എന്തുകൊണ്ട് 6 മാർക്ക് കൊടുത്തു? നമുക്ക് ഒരു ഉഗ്രൻ ചോദ്യമാണ്. സോ ഹിയർ വി ഗെറ്റ് എ ചാൻസ് ടു കമ്പയർ അവർ സെൽഫ്. അപ്പൊ നമ്മുടെ സ്റ്റേജ് എവിടെ നോക്കുക, ഇത് വായിക്കാം നമുക്ക്. The bar chart shows a student attended 3 levels courses for over 4 years, 2001 and 2004. Firstly, let us look at the data in 2001. 4.3 million students took the course A. In 2002, 2.5 million people took the course A. By 2004, we had increased 4.5 million. In 2001, 2.4 million students took the course B. This declined in 2008 million students 2004. In 2001, 2 million students attended the course C. By 2004, the number of students taking the course A had increased dramatically to 5 million students. Okay. നമുക്ക് തന്നെ വായിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാകുന്നില്ല. If we analyze the data, നല്ലൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. We can see that number of the candidates taking the course. Okay. A has stayed almost same over the 4 years, even though they declined 2003. A number of candidates taking course B gradually declined over the 4 years to 4.5 million in 2001-2004. However, the number of candidates taking the course C grown up from 2 million to 5 million from 2001-2004. In conclusion, then, one can only say 2001-2004 there has been an increase overall number of students attending courses. Okay. എന്തുകൊണ്ടാണ് ഇതിന് ബാർ sub 6 കിട്ടുന്നത് നമുക്ക് നോക്കാം. Sample answer 3 answers all requirements of the questions and shows a controlled range of grammatical structures and vocabulary. Oh dear. അപ്പോ all the requirements of the question എല്ലാ റിക്വയർമെന്റും ഒന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. ഷോസ് എ കൺട്രോൾ റേഞ്ച് ഓഫ് ഗ്രാമർ സ്ട്രക്ചർ ആൻഡ് വൊക്കാബുലറി. ബേസിക്കലി ഈ സാറിന്റെ നോട്ടത്തില് ബാൻഡ് 6 എന്ന് പറഞ്ഞാൽ അത്ര മോശം 6 ഒന്നും അല്ല കേട്ടോ. നമുക്ക് ബാൻഡ് 7 ഉള്ളൂ. പക്ഷെ ഇദ്ദേഹം അപ്പോ ഇദ്ദേഹം പറഞ്ഞതിൽ 3 എല്ലാ കാര്യങ്ങളും മീറ്റ് ചെയ്തിട്ടുണ്ട് ബാൻഡ് 6 ആയിട്ട്. പക്ഷെ നമുക്ക് വേണ്ടത് ബാൻഡ് 7 ആണ്. നോക്കാം. ഇതാണ് നമ്മുടെ ടാർഗറ്റ് സാധനം. ഇതാണ് നമുക്ക് എഴുതി വെക്കേണ്ടത് കേട്ടോ. ചില ആൾക്കാർക്ക് ബാൻഡ് 6 മതി. സോറി. For example, 3 to be band 7, we would add wider range of grammatical structures and vocabulary. അപ്പോ നമുക്ക് എന്താ വേണ്ടത്? Wider range of grammatical structure and vocabulary. The bar chart provides an overview. Vocabulary. Students attending 3 different courses for 2004. This hard shark rebounded slightly ahead of 2001 figures, had increased slightly, a massive increase in 2001 figures, taking into account to decline. Okay.
അതൊക്കെയാണ് അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടും അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വൊക്കാബുലറി. നമുക്ക് നോക്കാം. 185 ഉണ്ട്. 150 എന്നുള്ളത് കൂടുതലുണ്ട്. ഇത്രയും വൊക്കാബുലറി അതിനകത്ത് മെയിൻ ആയിട്ടും ഉപയോഗിച്ചിട്ടുണ്ട്. താഴെ നമ്മൾ വായിച്ചത് 7. Here's a breakdown of 4 areas to decide what score candidates award part 1. ഇപ്പൊ നമ്മള് ബാൻഡ് 9, ബാൻഡ് 6, ബാൻഡ് 7 ഇതൊക്കെ നമ്മൾ കണ്ടു. നമുക്ക് നോക്കാം എങ്ങനെയാണ്. IELTSന്റെ സാറ് തന്നെ പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ച് 100% ട്രസ്റ്റ് ചെയ്യാം. കാരണം പുള്ളി ഒരുപാട് പിള്ളേരെ തോപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് പുള്ളി തോപ്പിച്ചു. Unless the question is fully answered according to the explanation provided below, the candidates cannot get more than 5. അപ്പോ ഇനി നമ്മൾ താഴത്തേക്ക് പോകാൻ നോക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സാമിനറിന്റെ മൈൻഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ പേപ്പർ ഒരു എക്സാമിനറിന്റെ കയ്യിൽ കൊടുത്തു കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹം എന്തെല്ലാം 4 കണ്ണുകൾ നമ്മൾ നോക്കണത് നോക്കുക. ഒന്നാമത്തത് ആൻസർ ദ ക്വസ്റ്റ്യൻ. Where all parts of the question answered. These are so was the introduction of the data presented, example of data provided, analysis of data given, and summary of the main trends of the data. ഇത്രയും കാര്യങ്ങൾ ഈ പറഞ്ഞിട്ടില്ല. Introduction of the data presented, examples of data provided, analyze and data given, summary of the main trends of data. The bar chart below shows number of students 3 different courses from the 2024. Identify. അപ്പൊ നമ്മുടെ ടാസ്ക് എന്തൊക്കെ? Identify the main trend and summarize the data. അതാണ് നമ്മുടെ ടാസ്ക്. So we have to do the both tasks. അതല്ലേ ഈ ആൻസർ നോക്കിയേ. എക്സാമ്പിൾസ് ഓഫ് ഡാറ്റ പ്രൊവൈഡ്, അനാലിസിസ് ഓഫ് ഡാറ്റ ഗീവൻ, സമ്മറി ഓഫ് മെയിൻ ട്രെൻഡ്സ് ഓഫ് ഡാറ്റ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഉണ്ട് നമ്മൾ എന്താണ് എഴുതുന്നുള്ള വിവരം. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ക്വസ്റ്റ്യൻ കപ്പിൾ ഓഫ് ടൈംസ് നല്ലവണ്ണം തറവുമായിട്ട് വായിക്കണം. സ്റ്റൈൽ. How essay was written in this essay? Was it logical or did it have the following? An introduction and conclusion, paragraphing, good use of language connecting with a different paragraph, a logical progression towards conclusion, did the essay develop towards conclusion? ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. A logical progression towards the conclusion എന്ന് പറയുമ്പോൾ നമ്മള് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ആൾക്കാർ ആദ്യമായിട്ട് സിനിമയ്ക്ക് പോകേണ്ടി സിനിമ കൊണ്ട് പറയും, സിനിമ കഥ പറയാനാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടാകുന്ന സംഭവമാണ് സിനിമാ കഥ കണ്ടിട്ട് വേറൊരാളുടെ പറയണത്. ആ സിനിമാ കഥ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സ്റ്റാർട്ടിങ് പോയിന്റിൽ തുടങ്ങിയിട്ട് അതാ പറയണ. ഇപ്പൊ ഞാനും സിനിമാ കഥ പാട്ടുണ്ട്, നിങ്ങളും പാട്ടുണ്ട്. അപ്പൊ ആ സിനിമാ കഥ പറയുമ്പോൾ നമ്മളത് ഇങ്ങനെ സ്റ്റാർട്ടിങ് പോയിന്റ് തുടങ്ങി ആ കേൾക്കുന്ന നമ്മളത് പടം കണ്ടാണ്, പക്ഷെ അതൊരു പ്രോഗ്രസീവായിട്ട് അത് പോകുന്നത് അല്ലെ. അതൊരു ഫ്ലോ വെച്ചിട്ട് നമ്മൾ പോകും. ആ ഒരു ഫ്ലോ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ ഒരു അതായത് എല്ലാം കൂടെ കൂത്തുകൂടി വായിക്കാതെ എനെ കുറിച്ചാണെങ്കിൽ എനെ കുറിച്ച് മാത്രം പറയുക, ബീനെ കുറിച്ചാണെങ്കിൽ ബീനെ കുറിച്ച് പറയുക, പിന്നെ സി പറയുക, പിന്നെ അനലൈസ് ചെയ്ത് പറയുക. അപ്പൊ ആ ഒരു ഫ്ലോ വായിക്കുന്ന ആൾക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കണം. Vocabularies. How varied and accurate was the vocabulary? ഈ വേരിയഡ് ആൻഡ് ആക്യുറേറ്റ് ആ രണ്ട് വാക്ക് ശ്രദ്ധിക്കുക. ആക്യുറേറ്റ് എന്ന് പറയുമ്പോൾ ബാർഗ്രാഫിൽ ഉപയോഗിക്കുന്ന വൊക്കാബുലറീസ് കൊണ്ട് നമുക്ക് ചിലപ്പോ ലൈൻ ഗ്രാഫ് എഴുതാൻ പറ്റില്ല. ലൈൻ ഗ്രാഫിൽ ഉപയോഗിക്കുന്ന വൊക്കാബുലറി കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഒരു പൈ ചാർട്ടും ലൈൻ ഗ്രാഫും എന്താ പറയുക ഈ സാധനം ഉപയോഗിക്കുന്ന വൊക്കാബുലറി കൊണ്ട് നമുക്ക് ഒരിക്കലും ടേബിളിന് മാറ്റി കൊടുക്കാൻ പറ്റില്ല.
അപ്പോ you have to be accurate about the vocabulary. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മൾ എല്ലാവരും നമ്മുടേതായ ഒരു ഡിക്ഷണറി നമുക്ക് വി ഹാവ് ടു ബി പ്രാക്ടിക്കൽ. കാരണം നമ്മൾ ഇതിനെപ്പറ്റി പ്രാക്ടിക്കൽ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളിപ്പോ ഒരു ദിവസത്തെ ഒരു ടാസ്ക് ഇങ്ങനെ എടുത്തു വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഓക്കെ, ഇന്ന് രാവിലെ നടക്കില്ല, ഇന്ന് രാത്രി ഞാൻ ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഒരു ഗ്രാഫ് ഇരുന്ന് വായിക്കും. നമ്മുടെ ഫേസ്ബുക്കിന്റെ പേജിൽ ഒരുപാട് ഗ്രാഫ് എടുക്കുന്നുണ്ട്. ഒരു ഗ്രാഫിൽ നിന്ന് വായിച്ചിട്ട് അതിന്റെ അകത്തുനിന്ന് ഞാൻ ഒരു 15 വൊക്കാബുലറി എടുത്തു ഇന്ന് ഞാൻ എഴുതി വെക്കും. എന്നിട്ട് നാളെ ഒരു ദിവസം ഞാൻ എന്താ പറയാ, ഒരുപാട് വർക്ക് നാളെ ചെയ്യണം. ആദ്യം ജോലിക്ക് പോകണം, ഹസ്ബൻഡ് നോക്കണം, കുട്ടികളെ നോക്കണം, പള്ളിയിൽ പോകണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഈ 15 വൊക്കാബുലറി നാളെ വൈകിട്ടാകുമ്പോഴത്തെ ഞാൻ പഠിച്ചിരിക്കും എന്ന് ചിന്തിക്കാൻ നമ്മൾ. അതല്ലാണ്ട് ഈ സാധനം ഞാൻ ഇന്ന് കുട്ടിയിരുന്ന എല്ലാം കൂടെ പേപ്പറിലേക്ക് എഴുതി വെച്ചു. അപ്പോ ആഡ് എ ലിറ്റിൽ വാട്ടർ എവറി ഡേ ദ ട്രീ വിൽ ഗ്രോ. അപ്പോ ഓരോ ദിവസം ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോ 15 വൊക്കാബുലറി മതി ഒരു ദിവസത്തേക്കുള്ളത് ഗ്രാഫിനകത്തുനിന്ന്. അത് നമ്മൾ പേപ്പറിൽ എഴുതിട്ട് പിറ്റേ ദിവസം 9 മണിയുടെ ക്ലാസ്സിന് വന്നതിന് മുമ്പ് അത് ഞാൻ ഒരു 100 പ്രാവശ്യം എനിക്ക് വായിക്കാൻ പറ്റും, ഉറപ്പുള്ള കാര്യമാണ്. കാരണം എന്ത് ജോലി ചെയ്താൽ എന്ത് എക്സ്ക്യൂസ് പറഞ്ഞാലും ആ സാധനം വായിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇതിനു വേണ്ടി ഇരിക്കേണ്ടതല്ല, കീപ് നമ്മളത് നമ്മുടെ മനസ്സിൽ കയറും. ഓക്കെ, സോ ദാറ്റ്സ് എ ഗുഡ് ടാർഗറ്റ്. ഓക്കെ, സോ പിന്നെ ഗ്രാമർ, വൈഡ് വെറൈറ്റി ഓഫ് ഗ്രാമറ്റിക്കൽ സ്ട്രക്ചേഴ്സ് യൂസസ്, ഹൗ ആക്യുറേറ്റ്ലി ആൻഡ് അപ്രോപ്രിയേറ്റ്ലി ദേ ആർ യൂസ്ഡ്. Answer the question. Marking criteria. Task 1 academic answer should be follow subject in order to get band 6. Band 6 കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഓവർവ്യൂ വേണം, എക്സാമ്പിൾ വേണം, അനലൈസിസ് ഓഫ് ഡാറ്റ വേണം, സമ്മറി വേണം. ഓക്കെ, മാർക്കിംഗ് ക്രൈറ്റീരിയ സ്റ്റൈൽ. ടാസ്ക് 1 follow in order to get band higher. Introduction വേണം, a logical progress from the introduction to modern conclusion. Kando? And a logical progression from the introduction to the conclusion. How would flow one? Effective use of paraphrasing, appropriate coherent devices. Paragraph. Marking criteria. Vocabulary. Task 1. Academic answer should be include effective and accurate use of vocabulary. This language has to be additional language provided by the question. Wide range of vocabulary so as accurate higher band score. Task 1. Academic answer should be include effective and accurate use of grammar such as the language has to be in addition to the language provided question. The wider range of grammatical structures so long as accurately used and higher band score. ഈ സാറ് ചെയ്ത് വളരെ നല്ല കാര്യം. എനിക്കിത് ഒരുപാട് ഇഷ്ടമായി. ഇതൊരു നല്ലൊരു മെത്തേഡാണ്. കാരണം ഈസി ടു തിങ്ക് അബൌട്ട് ചെയ്യാന്നൊരു മെത്തേഡാണ്. അതായത് ടാസ്ക് 1 എഴുതുന്ന ഒരു മെത്തേഡാണത്. ഒബ്ജക്റ്റ് ടു ബി അനലൈസ്ഡ്, ചാർട്ട്, ഡയഗ്രാം, മാപ്പ്, അപ്രോക്സിമേറ്റ്ലി 10 words. Examples of data. ഈ എക്സാമ്പിൾസ് ഓഫ് ഡാറ്റ എന്ന് പറയുമ്പോ ഞാൻ എന്റെ ഒരു ടേംസ് പറയുകയാണെങ്കിൽ ഗ്രാഫിന് പുറത്തുള്ള നമ്പേഴ്സും കാര്യങ്ങളും അതാണ്. അനലൈസിസ് ഓഫ് ഡാറ്റ അതിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് ദ ഗ്രാഫ്. അപ്പൊ അതൊരു 50 വേർഡ്സ്, 10 വേർഡ്സ്, പിന്നെ അതിന്റെ സമ്മറി 50 വേർഡ്സ്. 50 വേർഡ്സ് ഇത്തിരി കൂടുതലാണ്. അപ്പോ നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണ്ട സംഭവം ഈ 50 വേഴ്സ് പറയാൻ കാരണം നമുക്ക് ടൈമില്ല. വി ഹാവ് ടു ബീറ്റ് ടൈം as well there. നമുക്ക് 20 മിനിറ്റ് മാക്സിമം ഇതിനുവേണ്ടി മാറ്റി വയ്ക്കാൻ പറ്റും. സോ വി റിയലി വാണ്ട് ടു ബീറ്റ് ദ ടൈം. അങ്ങനെ ടൈം ബീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് ഈ വാക്കുകൾ 50 ഉപയോഗിച്ച് നമ്മൾ കുറച്ച് എഴുതി പഠിച്ചു വരുമ്പോ നമുക്ക് ഈ 50 നമുക്കൊരു ഈസിയായിട്ട് വരും കേട്ടോ. ഒരു ഐഡിയ മനസ്സിലായി വരും.
അടുത്തത് connective devices. As mentioned, the style and marking requirement, it is important part of how graded task one answer is the use of what then on connective devices. Connective devices ഉപയോഗിക്കുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യം മുമ്പ് എന്ന് പറയുമ്പോൾ അത് ഈ ലോജിക്കൽ പ്രോഗ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യം കേട്ടോ. ഇവിടെ നമ്മൾ ലോജിക്കൽ പ്രോഗ്രഷൻ എന്ന് പറയുന്നത് there are the linking words. These are the linking words. അപ്പൊ ലോജിക്കൽ പ്രോഗ്രഷൻ എങ്ങനെ ഉണ്ടാക്കാം? അത് ഉണ്ടാക്കുന്ന സാധനമാണ് കണക്റ്റീവ് ഡിവൈസ്, ലിങ്കിങ് വേർഡ്സ്. അത് ഉപയോഗിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലോജിക്കൽ ആ ഒരു സംഭവം കണ്ടു വരികയാണ്. Demonstrating good use, corrected control these features significantly improve band score. What follows template suggested the kind of devices when to use and നോക്കുക. ഇതാണ് കണക്റ്റീവ് ഡിവൈസസ്. ഇതാണ് ആ ഗ്രാഫിന്റെ ഇരിക്കേണ്ട മെത്തേഡ് വന്നത്. അപ്പോ ആ ലോജിക്കലായിട്ട് ആ ഒരു പ്രോഗ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഷയെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാഷ എഴുതാനും വായിക്കാനും കേൾക്കാനും പറയാനും നമുക്കുള്ള കഴിവ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം അല്ലെ. അപ്പൊ നമുക്ക് ഈ ഭാഷ എന്ന് പറഞ്ഞാൽ സെയിം തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോ മലയാളത്തില് നമ്മുടെ ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഇതുപോലെ ഉപയോഗിക്കാണ്ട് ഞാൻ പണ്ട് പറഞ്ഞ പോലെ എന്നിട്ട് എന്താ സംഭവിച്ചെന്ന് അറിയാവോ? അവിടെ ചെന്നപ്പോ ഒന്നും പറയണ്ട, അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിച്ച ശേഷമാണ് നമ്മൾ ആ മാറ്റർ പറയുന്നത് സാധാരണ അല്ലെ. ഓക്കെ, ഇതാണ് സംഭവം. ഡയഗ്രാം ബാർ ചാർട്ട് ഡാറ്റയുടെ എക്സാമ്പിൾസ് ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോ first of all let us take closer look at from the bar chart, diagram or graph we can see. Okay, ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫ്ലോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നമ്മുടെ കാര്യം പറഞ്ഞാൽ മതി. ഡാറ്റ അനലൈസിന് ഉപയോഗിക്കണമെന്ന് പറയുമ്പോ സെക്കൻഡ്ലി turning to let us look as a now looking at the more closely at conclusion, in conclusion, to conclude, to summarize. അപ്പൊ ഈ സാധനം നമ്മൾ സെന്റൻസുകൾ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ വേറൊരു പോയിന്റ് എത്തിയാണ്. സെന്റൻസുകൾ നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് ലോജിക്കലായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നതാണ്. അപ്പൊ കണക്ട് ചെയ്യാനുള്ള ഡിവൈസ് ആണ് കണക്റ്റീവ് ഡിവൈസ്. അപ്പോ ഇവരെയാണ് നമ്മൾ മറ്റൊരു സ്കിൽ. നമ്മൾ കണ്ടു ഒരാൾക്ക് എത്രമാത്രം സെന്റൻസ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ ആ സാധനം കണക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഡിവൈസ് ഉപയോഗിച്ചില്ലെങ്കിൽ സക്സസ്. അപ്പൊ ഈ ഒരു പിക്ചർ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാക്കും കേട്ടോ. ഇതിന്റെ തന്നെ ടാസ്ക് എക്സാമ്പിൾസ് നോക്കുന്നുണ്ട്. ഇതാണ് ഇപ്പൊ നമ്മൾ കണ്ട ടാസ്ക് 1 അങ്ങനെയാണെങ്കിൽ ടാസ്ക് 2 കണക്റ്റീവ് വേർഡ്സ് ആണിത്. ഓക്കെ, the subject of the complex one, the topic everybody has to opinion on, the topic is subject of. First of all let us look at we should start by taking look at. I would like to start by taking closer look at. There has been two sides of the debate and I would like to focus on firstly on. This is a complex area, we should look in. So ശരിക്കും നോക്കുക, this is a complex area, comma, so we should start looking at. Complex fan voices. Okay. Secondly,
the other opinion in conclusion. അപ്പോൾ ഈ കണക്റ്റിംഗ് വേർഡ്സ് ഉപയോഗിച്ച് മാത്രമാണ് നമുക്ക് ഫ്ലോ കിട്ടുള്ളൂ. നമ്മൾ ടാസ്ക് 2 നമുക്ക് നാളെ നോക്കാം. ഓക്കെ, നമുക്ക് ഇത് നാളെ ഒന്നും നോക്കാം. ബട്ട് നമുക്ക് 10 key mistakes made by IAS Cadence. IAS Cadence frequently fail to get it wrong. This is sorry, IAS teacher. That's a very good info. Unless you are a 4 IAS examiner, you don't know what these basic things are. IAS prepare how to pass IAS writing exam. Scores IAS. Let us look at the 10 most commonly solved problems made by IAS candidates taking IAS exam. Writing down memorized answers. Mistake. A memorized answer written by a non-native speaker is easy to recognize. We will stop you from passing the exam. നമ്മൾ പറഞ്ഞ ശീലമില്ലാത്ത നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞ പോലെയാണ്. കാരണം നമുക്ക് ഒരുപാട് എഴുതി പിന്നെ പരിചയമില്ലാത്ത ആൾക്കാര് ഒരു ഉഗ്രം പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. അതാണ് ഒരു ഉദ്ദേശം. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് കുറെ ഒരു 50 essay പഠിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് എഴുതാൻ. അപ്പൊ നമ്മള് ചെയ്യുവാണെങ്കിൽ ആർഭാടമായിട്ട് കംപ്ലീറ്റ് കേട്ടോ. അപ്പോ ഒട്ടും മനസ്സിലാവില്ല. നമ്മൾ കുറച്ച് നമ്മൾ പറയുമ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അതാണ് ഉദ്ദേശിച്ച ആൻസർ. Failure to learn enough words and means candidate will be answered there. Not writing like an individual. Not writing like an individual. Okay. Although it is common to think as a part of the group, in many countries, most examiners come from Western countries where they expect people write personal individual answers to questions. ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മളിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ പറയുക, നമ്മുടെ കേരളത്തിൽ നടന്ന കാര്യമോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യമോ പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് ലുക്സ് വെരി നാച്ചുറൽ. പറയുന്നത് ബീയിങ് inadvertently racist, describing one ethnic and national group inadequate, deserving special treatment is considered offensive by people from Western countries. നമ്മൾ മലയാളികൾ ഭയങ്കര റേസിസ്റ്റ് ഏതാണ്ട് കാര്യമില്ല. 3, യൂസിങ് ക്ലിഞ്ചസ്. നോക്കുക, a clinch is a phrase used to describe a situation such as every coin has 2 sides, which is overused by many candidates. Choose your own way to describe something. ഇതിപ്പോ നമ്മളിപ്പോ ഒരു പഴഞ്ചൊല്ല് പറയാന്ന് പറയും അല്ലെ. ബേസിക്കലി നമ്മൾ പഴഞ്ചൊല്ല് പറയണ്ട. ആരെങ്കിലും പറഞ്ഞ പഴഞ്ചൊല്ല് നമ്മൾ എഴുതി വെക്കണ്ട. നമുക്ക് നമ്മുടെ ഒരു പഴഞ്ചൊല്ല് ഉണ്ടാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ make it and use it. Writing inappropriately. Unless the question asks you write to your friend, your answer should be always to be written formally. Okay. Not using paragraphing. Especially paragraphing tasks to writing exam. Not answer the question. Always try to answer the question. Otherwise, you will not pass the exam. വീണ്ടും പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഓൾവേസ് ട്രൈ ടു ആൻസർ എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റിന് ഒരു ആൻസർ ഈ എക്സാമിനറുടെ കാര്യമില്ല. ILTS എഴുതിയ ആൾക്കാര് ക്വസ്റ്റ്യൻ ഉണ്ടാക്കി അല്ലാതെ ആ ക്വസ്റ്റിന്റെ ആൻസർ ഇന്നതായിരിക്കണമെന്ന് അവർ കാണിക്കും. അപ്പോ നമുക്കപ്പോ എവിടുന്ന് വേണമെങ്കിലും ആൻസർ ഉണ്ടാക്കാം. നല്ല കഴിവുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പശു എഴുതാൻ പറയുകയാണെങ്കിൽ ഐഡിയ ഇല്ലെങ്കിൽ പതുക്കെ തെങ്ങ കെട്ടുക, തെങ്ങിനെ കുറിച്ച് ഏത് പോവാം. അങ്ങനെയും നമ്മൾ ചെയ്യാം. പക്ഷെ നമ്മളത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. എക്സാമ്പിൾ മാത്രമേ. യൂസിങ് വൊക്കാബുലറി ആൻഡ് ഫ്രേസസ് ഇൻഅപ്രോപ്രിയേറ്റ്ലി. ഇതാണ് നമുക്ക് സംഭവിക്കുന്ന വേറൊരു കാര്യം. കാരണം ബാർ ചാർട്ടിൽ ഉപയോഗിക്കുന്ന വൊക്കാബുലറി നമ്മൾ ലൈൻ ഗ്രാഫിൽ ഉപയോഗിക്കാൻ പാടില്ല.
ലൈൻ ഗ്രാഫിൽ ഉപയോഗിക്കുന്ന വൊക്കാബിലിറ്റി ഒരിക്കലും നമുക്ക് പൈ ചാർട്ടിൽ ഉപയോഗിക്കാൻ പറ്റില്ല. കാര്യം പറഞ്ഞാൽ അതിന്റെ വൊക്കാബിലിറ്റി ടോട്ടലി ഡിഫറെന്റ് ആണ്. സോ ഇൻഅപ്രോപ്രിയേറ്റ് ഉപയോഗിക്കാൻ പാടില്ല. Use vocabulary unless you know how to use them and write an answer. Now not managing time very well. ഇത് നമ്മുടെ വേറെ വിഷയം. Not managing time very well. എന്തുകൊണ്ട് നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരേ ഒരു ആൻസർ ഉള്ളൂ, വി ആർ നോട്ട് പ്രോപ്പർലി പ്ലാനിങ്. നമ്മളെ ടൈം മാനേജ്മെന്റ് നമ്മൾ ചെയ്യണം. ടൈം മാനേജ്മെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ആദ്യം ചെയ്യണം? ഒരു ഗ്രാഫ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഗ്രാഫ് പ്ലാൻ ചെയ്യണം, എന്ത് ചെയ്യണം, ഇത് മുന്നോട്ട് പോകണം. Final word. It is strongly recommended that you first of all memorize the information on this book and then practice using through controlled 1-hour tests. Remember, if you plan correctly and repeatedly practice, then the writing test one of the surest way to achieve high band score, the IELTS test. Good luck. അപ്പോ നമ്മളോട് പറയാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ വെച്ചേ, ആദ്യം വി ഹാവ് ടു ലേൺ ടു പ്ലാൻ. രണ്ടാമത് വി ഹാവ് ടു കീപ് പ്രാക്ടീസിങ്, റൈറ്റ്. ഓക്കെ, ദെൻ റൈറ്റിംഗ് ടെസ്റ്റ് will be one of the easy one. ഓക്കെ, ഈ അടിയിൽ ചാറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ കണ്ടോ? ആ ചാറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്ത് എന്നെ മാത്രം സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് എല്ലാവരും എനിക്ക് വിടാവോ ഒരു കാര്യത്തിന്? ആ ചാറ്റിലടിച്ച് അടിയത്തെ ചാറ്റിലടിച്ച് കിട്ടി. സിമിയുടെ കിട്ടിയിട്ടുണ്ട്. ഫിലോമിനെ കിട്ടിയ? ഫിലോമിനെ കണ്ടില്ല? കിട്ടിയോ സാറേ? ഒന്നോ? അത് റിപ്ലൈ അയക്കാം ഫിലോമിന. അയക്കാം. അളിയ ചാറ്റ് കണ്ടോ? ചാറ്റിലടിച്ചിരിക്കുക ചാറ്റ്. അതിലെ ഞാൻ ചെയ്തേ. ഫിലോമിനെ കിട്ടിയോ? കാണാൻ പറ്റുന്നുണ്ടോ? കിട്ടി. ഞാൻ സെൻഡ് ചെയ്ത് വന്നു സാറേ. അത് എല്ലാവർക്കും അയക്കണ്ട, എനിക്ക് മാത്രം അയച്ചാൽ മതി കേട്ടോ. ഓക്കെ. Okay.